നമ്മുടെയൊക്കെ മൊബൈലിലുള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഒരു രസകരമായിട്ടുള്ള കുറച്ച് ട്രിക്സുകളും ടിപ്സുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും പ്ലേ സ്റ്റോർ ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ് ഉപയോഗിക്കാറുള്ളത്? നമുക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നു. ഇതിനാണ് എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. എന്നാൽ പ്ലേ സ്റ്റോറിൻ്റെ പുറത്തും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലും ഒരു രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുപോലെയുള്ള നല്ല നല്ല അടിപൊളി ഇൻഫർമേഷൻ ലഭിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടിയും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ജസ്റ്റ് ജോയിൻ ചെയ്ത് മെസ്സേജ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമ്മളെ ഇൻസ്റ്റയും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈലിലുള്ള പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുകയാണെന്നെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഇൻഫോ അങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ സാധിക്കുമല്ലോ. മൈ ആപ്സിൻ്റെ തൊട്ട് പുറത്തായിട്ട് നിങ്ങൾ ആ കളക്ഷൻസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൽ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്കിവിടെ ആയിട്ട് ടോപ്പ് യൂസ്ഡ് എന്നും റീസെൻ്റ്ലി ആഡഡ് എന്ന് പറഞ്ഞ രണ്ട് സെക്ഷനാണ് മുകളിലുള്ളത്. അതായത് നമ്മുടെ മൊബൈലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഈ ടോപ്പ് യൂസ്ഡ് എന്ന് പറഞ്ഞ സെക്ഷനിലുള്ളത്. അതുപോലെ തന്നെ റീസെൻ്റായിട്ട് നമ്മൾ ഉപയോഗിച്ച ആപ്ലിക്കേഷനാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് ഓരോ കാറ്റഗറി ബേസ്ഡുള്ള ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. കമ്മ്യൂണിക്കേഷൻ പരമായിട്ടുള്ള ആപ്ലിക്കേഷൻ വാട്സപ്പ്, ടെലഗ്രാം, ഫോൺ കോൾ, മെസ്സേജ് ഇങ്ങനെ തുടങ്ങിയുള്ള ആപ്ലിക്കേഷൻ. ക്രിയേറ്റിവിറ്റീൻ്റെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ആപ്ലിക്കേഷനിലൊക്കെ ക്രിയേറ്റിവിറ്റി സെക്ഷൻ കാണാൻ സാധിക്കും. ഇനി ഫൈനാൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേടിഎം, ഗൂഗിൾ പേ അങ്ങനെ തുടങ്ങിയിട്ടുള്ള UPI പ്ലാറ്റ്ഫോമുകളെല്ലാം നിങ്ങൾക്ക് ഫൈനാൻസ് സെക്ഷനിൽ കാണാൻ സാധിക്കും. അങ്ങനെ തുടങ്ങി ഒരുപാട് സെക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുവഴി ചെക്ക് ചെയ്യാൻ സാധിക്കും ടോപ്പ് യൂസ്ഡ് കണ്ടൻറ്റിൽ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത് വാച്ച് എന്ന സെക്ഷനിലോട്ട് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ പ്ലാറ്റ്ഫോമുകൾ, അതായത് ആമസോൺ പ്രൈം, ജിയോ ഹോട്ട്സ്റ്റാർ, അതുപോലെ തന്നെ ജിയോ TV അങ്ങനെ തുടങ്ങിയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു OTT പ്ലാറ്റ്ഫോമുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഓരോ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൺ ചെയ്തിട്ട് ഏതൊക്കെ പുതിയതായിട്ടുള്ള വീഡിയോസ് വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതാ ഏതൊക്കെ ആപ്ലിക്കേഷനിൽ പുതുതായിട്ടുള്ള വന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മൂന്നാമത്തുള്ള ഗെയിംസാണ്. ഈ ഗെയിംസിൻ്റെ സെക്ഷനിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗെയിംസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മൊബൈലിൽ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള MB ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചെറിയ ഗെയിമൊക്കെ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതായി പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഗെയിമാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബ്രൗസറിലോട്ട് റീലോഡ് ആവുന്നതായിരിക്കും. ശേഷം ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പേജ് ഇവിടെ നമ്മൾ ഗെയിം ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ വെറുതെ ചെറിയ കുട്ടികൾക്കൊക്കെ ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് അതൊക്കെ നമുക്ക് നമ്മളെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഗെയിംസൊക്കെ നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് ഗെയിംസൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഗെയിമുകളൊക്കെ കളിക്കാവുന്നതാണ്. ഓക്കെ, ഒരുപാട് ഗെയിമുകളുണ്ട്, കുറച്ചൊന്നുമല്ല. ഇഷ്ടമുള്ള ഗെയിം ഇതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തതായിട്ടുള്ള ലിസൺ സെക്ഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ സ്പോട്ടിഫൈക്ക് ഉപയോഗിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെ ഒരുപാട് മ്യൂസിക്കുകൾ, അതായത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മ്യൂസിക് ഏതാണ്, അതിൽ തന്നെ പോപ്പുലറായി കൊണ്ടിരിക്കുന്ന മ്യൂസിക് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഫുഡിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് മുകളിലായിട്ട്. നിങ്ങൾക്ക് ആ ഫുഡിൻ്റെ സെക്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുക്കിംഗ് ആൻഡ് റെസിപ്പി വീഡിയോസ്, അതായത് ഇപ്പോൾ നിലവിൽ അതായത് ഈ ഒരു മാസത്തിൽ ഏറ്റവും ട്രെൻഡിങ് ആയിരിക്കുന്ന നല്ല നല്ല ഫുഡ് വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് ആയിരിക്കും ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഷോർട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല 2.5 മില്യൺ, 14 മില്യൺ അങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല അടിപൊളി വീഡിയോസുകൾ, അതായത് നല്ല നല്ല യൂട്യൂബിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന വീഡിയോസുകളും റെസിപ്പി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് പ്ലേ സ്റ്റോറിൻ്റെ പുറത്ത് നിന്ന്, അതായത് നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന നല്ല നല്ല അടിപൊളി ട്രിക്സ് എന്ന് പറയുന്നത്. ഇനി പ്ലേ സ്റ്റോറിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച്
ട്രിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ച് ഗെയിമൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊക്കെ ഗെയിമാണ് എത്ര ടൈം വരെ കളിക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴത്ത് നിങ്ങൾക്ക് യു എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും ഓണായി വരുന്നത്. അതിന് താഴത്തോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ട്രാക്ക് യുവർ പ്ലേ ടൈം എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എൻ്റെ മൊബൈലിൽ ഇപ്പോൾ ഈ ഫുട്ബോളാണ്, ഞാൻ ഈ പെസ് മാത്രമാണ് കളിക്കാറുള്ളത്. സോ നിങ്ങളുടെ മൊബൈലിൽ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ചെറിയ ചെറിയ ഗെയിംസുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ ലിസ്റ്റ് മൊത്തത്തിൽ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് 1 മന്ത് ഉണ്ട്, 1 ഇയർ ഉണ്ട്, ഓൾ ഉണ്ട്, ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ് മുകളിൽ കാണാൻ പറ്റുന്നത്. ഈ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഗെയിമിംഗ് ആപ്ലിക്കേഷൻ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും താഴത്തോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതാണ് ഏറ്റവും ലോ ആയിട്ടുള്ള ടൈം കളിച്ചിട്ടുള്ള ഗെയിം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഗെയിമുകളൊക്കെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. കാരണം അത് എപ്പോഴെങ്കിലൊക്കെ കളിക്കാറുണ്ടാവുള്ളൂ അങ്ങനെയുള്ള ഗെയിമുകളൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുവഴി നിങ്ങളുടെ സ്റ്റോറേജ് സ്പേസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതിൽ 1 മന്ത് ഉണ്ട്, 1 ഇയർ ഉണ്ട്, ഓൾ ഉണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നേരെ നിങ്ങളെ ബാക്കോട്ട് വരിക. ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്ത് ചെയ്യുക, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ മൈ ആപ്സ് ആൻഡ് ഗെയിംസ് എന്ന സെക്ഷനിലോട്ട് വരിക. ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഓവർവ്യൂ എന്നും മാനേജ് എന്നും കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ മാനേജ് എന്ന സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ ഗെയിമിംഗ് ആപ്ലിക്കേഷനും ഉണ്ട്, മറ്റുള്ള ആപ്ലിക്കേഷൻസും ഉണ്ട്. ഇതിൽ നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണോ അത് നിങ്ങൾക്ക് ഇവിടെ ഒറ്റ ക്ലിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾക്കിവിടെ റീസെൻ്റ്ലി അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ആ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ബോക്സ് വരും. ഇവിടെ നിങ്ങൾക്ക് ലീസ്റ്റ് യൂസ്ഡ് എന്ന് പറഞ്ഞ 3ാമത്തെ സെക്ഷൻ, അതായത് സെൻറ്ററത്തെ ആ സെക്ഷൻ ഉണ്ടല്ലോ, ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. ഇതൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഇവിടെ കാണിക്കുന്ന ആപ്ലിക്കേഷൻസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ തന്നെ കണ്ടുപിടിക്കാം. എന്നിട്ട് നിങ്ങൾക്കിതിൽ വേണ്ടാത്ത ആപ്ലിക്കേഷൻ, അതായത് മൊബൈലിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഡിലീറ്റിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മൊബൈലിലെ ഇൻറ്റേർണൽ സ്റ്റോറേജ് സ്പേസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ട്രിക്സും ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് ഉള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോക്ക് ലൈക്കും കൂടിയും ചെയ്യുക. തുടർന്ന് നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.